ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 4ൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ദ ടിയേഴ്സ്, കണ്ണുനീര്. ദ ഐസ് ഓഫ് ദ ഹാപ്പി പ്രിൻസ് വെർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആൻഡ് ടിയേഴ്സ് വെർ റണ്ണിങ് ഡൗൺ ഹിസ് ഗോൾഡൻ ചീക്സ്. അപ്പോൾ ആ കുരുവി വന്നിട്ട് നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യൂവിൻ്റെ താഴെ ഇരുന്നപ്പോൾ അതിൻ്റെ ചിറക് നനഞ്ഞില്ലേ. അപ്പോൾ അത് മുകളിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുക മാത്രമല്ല, കണ്ണുനീരിങ്ങനെ ആ ഗോൾഡൻ കവിളിക്കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ് ഫേസ് വാസ് സോ ബ്യൂട്ടിഫുൾ ഇൻ ദ മൂൺലൈറ്റ് ദാറ്റ് ദ ലിറ്റിൽ സ്വാലോ വാസ് ഫിൽഡ് വിത്ത് പിറ്റി. ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ ഹാപ്പി പ്രിൻസിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുരുവിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. എന്തിനായിരിക്കും ഈ ഹാപ്പി പ്രിൻസ് ഇങ്ങനെ കരയുന്നത്? ഹു ആർ യു? ഹി ആസ്ക്ഡ്. ഐ ആം ദ ഹാപ്പി പ്രിൻസ്. അപ്പോൾ കുരുവി ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഹാപ്പി പ്രിൻസ് പറഞ്ഞു, ഞാൻ ഹാപ്പി പ്രിൻസ് ആണ്. വൈ ആർ യു വീപ്പിംഗ് ദെൻ? ആസ്ക്ഡ് ദ സ്വാലോ. അപ്പോൾ കുരുവി ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? When I was alive, I did not know what tears were. I lived in the palace. ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് കണ്ണുനീരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാനൊരു വലിയ കൊട്ടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. സോറോ വാസ് നോട്ട് അലൗഡ് ടു എൻറ്റർ ദെയർ. സങ്കടങ്ങൾക്ക് ആ കൊട്ടാരത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. എവ്രിതിങ് അബൌട്ട് മീ വാസ് സോ ബ്യൂട്ടിഫുൾ. എന്നെക്കുറിച്ചുള്ളതെല്ലാം വളരെ ഭംഗിയുള്ളതായിരുന്നു. My courtiers called me the happy prince, and happy indeed I was if pleasure be happiness. അന്ന് എൻ്റെ പ്രജകളൊക്കെ എന്നെ ഹാപ്പി പ്രിൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് ഞാൻ അത്രയ്ക്ക് സന്തോഷവാനായിരുന്നു. കാരണം എനിക്കുള്ളത് എല്ലാ സുഖങ്ങളും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സുഖങ്ങളും ഉള്ളവൻ സന്തോഷവാനാണെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷവാനുമായിരുന്നു. സോ ഐ ലീവ്ഡ് ആൻഡ് സോ ഐ ഡൈഡ്. അങ്ങനെ ഞാൻ ജീവിച്ചു, അങ്ങനെ ഞാൻ മരിച്ചു. And now that I am dead, they have set me up here high. ഞാൻ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവരെന്നെ എടുത്തിട്ട് ഇത്രയും ഉയരത്തിൽ ഇങ്ങനെ ഒരു സ്റ്റാച്യു ആക്കി, ഒരു പ്രതിമയാക്കി നിർത്തി. I can see all the ugliness and misery of my city, and though my heart is made of lead, I cannot but weep. ഇപ്പോഴാണ് ഞാൻ ഈ ഇത്രയും ഉയരത്തിലിരുന്നിട്ടാണ് ഈ സിറ്റിയിൽ നടക്കുന്ന ഓരോ അനാവശ്യങ്ങളും ഓരോ വിഷമങ്ങളും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബിറ്റർ പാർട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ ഹൃദയം ലെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ പോലും എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട് എന്ന് പറയും. ദ റിക്വസ്റ്റ്, അപേക്ഷ. ഫാർ അവേ കണ്ടിന്യൂഡ് ദ സ്റ്റാച്യു ഇൻ എ ലോ മ്യൂസിക്കൽ വോയിസ്. Far away in a little street there is a poor house. അങ്ങനെ സ്വാലോയോട് ആ സ്റ്റാച്യു ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ ഒരു ചെറിയ വഴിയുണ്ട്. അവിടെ ഒരു പാവം പിടിച്ച് ഒരു ചെറിയ ദാരിദ്ര്യമുള്ള ഒരു ചെറിയ വീടുണ്ട്. One of the windows is open and through it I can see a woman seated at a table. ആ ചെറിയ വീടിൻ്റെ ഒരു ജനാല തുറന്നു കിടക്കുകയാണ്. അതിനുള്ളിലൂടെ എനിക്ക് കാണാം ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. ഒരു ടേബിളിൻ്റെ അടുത്തായിട്ട് അവരിയ്ക്കുകയാണ്. ഷീ ഈസ് സോ ടയർഡ്. ഇൻ എ ബെഡ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം ഹെർ ലിറ്റിൽ ബോയ് ഈസ് ലൈങ് ഇൽ. അവരൊരുപാട് ക്ഷീണിതയാണ്. ആ മുറിയിൽ തന്നെ ഒരു ബെഡ് വിട്ടിട്ടുണ്ട്. ആ മുറിയുടെ ഒരു മൂലയിൽ അവിടെ ആ ബെഡിൽ ഒരു കൊച്ചു ആൺകുട്ടി കിടക്കുന്നുണ്ട്. അവനെന്തോ അസുഖമാണ്. ഹി ഹാസ് എ ഫീവർ ആൻഡ് ഈസ് ആസ്കിങ് ഫോർ ഓറഞ്ചസ്. അവന് നല്ല പനിയാണ്. അവൻ്റെ അമ്മയോട് എനിക്ക് ഓറഞ്ച് വേണം എന്ന് പറയുകയാണ്. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗീവ് ഹിം ബട്ട് റിവർ വാട്ടർ, സോ ഹീ ഈസ് ക്രൈങ്. പക്ഷേ അവൻ്റെ അമ്മയുടെ കയ്യിൽ പണമില്ല. അവൻ്റെ അമ്മയുടെ കയ്യിൽ ആകെ കൊടുക്കാനുള്ളത് ആ പുഴയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വെള്ളം മാത്രമാണ്. അപ്പോൾ അവൻ ചോദിച്ച ഓറഞ്ചസ് അവന് കിട്ടാത്തതുകൊണ്ട് അവൻ കരയുകയാണ്. സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ, വിൽ യു നോട്ട് ബ്രിങ് ഹർ ദ റൂബി ഔട്ട് ഓഫ് മൈ സ്വേർഡ് ഹിൽഡ്. സ്വാലോ, കുരുവി, ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുകയാണ്. നിനക്ക് എൻ്റെ വാളിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന സഫയർ അല്ലേ, അതൊരു വില കൂടിയ കല്ലാണ്. അപ്പോൾ അത് വിറ്റാൽ നല്ല കാശ് കിട്ടും. അപ്പോൾ ആ സഫയർ എടുത്തിട്ട് നിനക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് കുരുവിയോട് ചോദിക്കുകയാണ് ആ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ. ഐ ആം വെയിറ്റഡ് ഫോർ ഇൻ ഈജിപ്റ്റ്, സെഡ് ദ സ്വാലോ. മൈ ഫ്രണ്ട്സ് ആർ ഫ്ലൈയിങ് അപ്പ് ആൻഡ് ഡൗൺ ദ നൈൽ. അപ്പോൾ സ്വാലോ പറയും, അയ്യോ,
എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങ് ഈജിപ്തിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പറന്നുപോയി. ഞാൻ ഇന്ന് ഇത്ര തണുപ്പുള്ള ദിവസമായതുകൊണ്ട് ജസ്റ്റ് നിൻ്റെ കാലിൻ്റെ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തതേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരൊക്കെ ഇതാ ഇപ്പോൾ നൈൽ നദിക്ക് കുറുകെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അവരിതാ ഈജിപ്തിൽ എത്താറായി. കുറച്ച് പേര് അവിടെ ചെന്നെത്തിയിട്ടുമുണ്ട്. "Swallow, swallow, little swallow," said the prince. "Will you not stay with me for one night and be my messenger?" The boy is so thirsty and the mother so sad. അപ്പോൾ സ്റ്റാച്യു പറയാണ്, "സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ, ഇന്ന് ഒരു ദിവസം നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? എൻ്റെ ദൂതനായി ചെന്ന് ആ വിശന്നിരിക്കുന്ന കുഞ്ഞിൻ്റെയും അമ്മയുടെ അടുത്ത് എൻ്റെ ഈ വാളിൻ്റെ പിടിയിലുള്ള സഫയർ നിനക്ക് ഒന്ന് കൊണ്ട് കൊടുത്തൂടെ?" എന്ന് ചോദിക്കും. "I don't think I like boys," answered the swallow. "Last summer, when I was staying on the riverside, there were 2 rude boys who always threw stones at me. They never hit me. Of course, we swallows fly far too well for that." അപ്പോൾ കുഞ്ഞിക്കുരുവി പറയും, "പിന്നെ എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ല." സ്റ്റാച്യു പറയില്ലേ, "ആ ആൺകുട്ടി ആകെ വിശന്നിരിക്കുകയാണ്, അവൻ ഇല്ലാണ്, അവന് ഫീവർ ഉണ്ട്, നീ കൊണ്ടുപോയിട്ട് ഈ സഫയർ കൊടുക്കുമെന്ന്." അപ്പോൾ കുരുവി പറയും, "പിന്നെ എനിക്ക് ഈ ആൺകുട്ടികളെ ഇഷ്ടമല്ല. കഴിഞ്ഞ സമ്മറിൽ ഞാൻ റിവർ സൈഡിൽ നിൽക്കുമ്പോൾ 2 റൂഡ് ബോയ്സ് ഉണ്ടായിരുന്നു. 2 പറഞ്ഞനുസരണയില്ലാത്ത കുരുത്തം കിട്ട ഭയങ്കരമാരായ 2 ആൺകുട്ടികൾ. അവരെനിക്ക് എൻ്റെ നേരെ കല്ലെടുത്തെറിഞ്ഞു. പക്ഷേ കല്ലൊന്നും എൻ്റെ ദേഹത്ത് കൊണ്ടില്ല, കാരണം ഞങ്ങൾ സ്വാലോസിന് നന്നായിട്ട് പറക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് കല്ലൊന്നും കൊണ്ടില്ല." The messenger, ദൂതൻ. The happy prince looked so sad that the swallow was sorry. "It is very cold here," he said, "but I'll stay with you for one night and be your messenger." പക്ഷേ ഇത് കേട്ടപ്പോൾ ഹാപ്പി പ്രിൻസിന് ഭയങ്കര സങ്കടമായി. സ്വാലോ പറഞ്ഞില്ലേ എനിക്ക് ബോയ്സിന് ഇഷ്ടമില്ല, ഇനി ഞാൻ കൊണ്ട് കൊടുക്കാനൊന്നും പോകുന്നില്ലെന്ന്. അത് കേട്ടപ്പോൾ പ്രിൻസിന് ഭയങ്കര സങ്കടമായി. ഹാപ്പി പ്രിൻസിൻ്റെ മുഖം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പം സ്വാലോ പറഞ്ഞു, "ഇവിടെ ഭയങ്കര തണുപ്പാണ്, പക്ഷേ എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലേ, അതുകൊണ്ട് ഒരു രാത്രി ഞാനിവിടെ നിൽക്കാം, എന്നിട്ട് നിങ്ങളുടെ ദൂതനായിട്ട് പോകാം." "Thank you, little swallow," said the prince. പ്രിൻസ് പറഞ്ഞു, "ഒരുപാട് നന്ദി, little swallow." So the swallow picked out a ruby from the prince's sword and flew away with it in its beak over the roofs of the town. അപ്പോൾ എന്ത് ചെയ്തു? സ്വാലോ ആ റൂബി ഇങ്ങനെ ആ പ്രിൻസിൻ്റെ സ്വാഡിലിരുന്ന ആ റൂബി ഉണ്ടല്ലോ, ആ മാണിക്യം, അതും കൊത്തിയെടുത്തിട്ട് അതിൻ്റെ ചുണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് പറന്ന് ഇങ്ങനെ ആ ടൗണിൽ കൂടി ഇങ്ങനെ പറന്നുപോയി. അങ്ങനെ ആ സ്വാലോ പറന്ന് ആ കുട്ടിയും അമ്മയും താമസിക്കുന്ന ആ വീട്ടിലെത്തി. The boy was tossing feverishly on his bed and the mother had fallen asleep. He laid the ruby on the table. Then he flew gently around the bed, fanning the boy's forehead with his wings. കുരുവി ആ വീട്ടിലെത്തിയപ്പോൾ ആ കുട്ടി ഇങ്ങനെ പനി കാരണം ഇങ്ങനെ പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നു. അവൻ്റെ അമ്മ അടുത്ത് തന്നെ അറിയാതെ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു ഈ കുരുവി? ഇതിങ്ങനെ പതിയെ പറന്ന് ആ കുട്ടി കിടക്കുന്ന കട്ടിലിന് ചുറ്റും ഒന്ന് കറങ്ങി ആ കുട്ടിയുടെ നെറ്റിയിൽ ആകെ ഇങ്ങനെ വിയർത്ത്, പനി കാരണം ഇങ്ങനെ വിയർത്ത് കിടക്കണം. അപ്പോൾ ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ, ചെറിയ കുരുവിയുടെ കുഞ്ഞ് ചിറകടി കാരണം ഒരു ചെറിയ കാറ്റ് അവൻ്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പതിയെ അവിടുന്ന് പറന്നു പോന്നു. Then the swallow flew back to the happy prince and told him what he had done. എന്നിട്ട് ആ കുഞ്ഞിക്കുരുവി തിരിച്ച് പറഞ്ഞെത്തി ഹാപ്പി പ്രിൻസിനോട് പറഞ്ഞു അവൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. "I feel quite warm now, although it's so cold." എന്നിട്ട് സ്വാലോ പറഞ്ഞു, "ഇപ്പോൾ എനിക്ക് ചെറിയ ചൂടൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം നല്ല വിൻ്ററാണ്, നല്ല തണുപ്പുണ്ടെങ്കിലും ഇപ്പോൾ എനിക്കൊരിത്തിരി ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്" എന്ന് പറഞ്ഞു. "That is because you have done a good deed," said the prince. The swallow fell asleep. അപ്പം ഹാപ്പി പ്രിൻസ് പറഞ്ഞു, "എന്തുകൊണ്ടാണ് ഈ തണുപ്പത്ത് നിനക്ക് ചെറിയ ചൂട് കിട്ടുന്നതെന്നറിയോ? കാരണം നീ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സ്വാലോ പിന്നെ പോയി കിടന്ന് ഉറങ്ങി. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.